ഏറ്റവും പുതിയ പെൻഷൻ അറിവുകളിലേക്ക് സ്വാഗതം. ഡിസംബർ 17 ചൊവ്വാഴ്ച ക്ഷേമ പെൻഷനും സർക്കാർ മറ്റ് ചെലവുകൾക്കുമായി 1225 കോടി കടമെടുത്തിരിക്കുകയാണ്. 18 വർഷത്തെ കാലാവധിയിലാണ് കടമെടുപ്പ്. മുംബൈയിലെ ബോർഡ് ഓഫീസ് വഴി 1225 കോടി കടമെടുത്തത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് സർക്കാർ അനുവദിക്കേണ്ട വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് കടമെടുപ്പ്. ക്ഷേമ പെൻഷൻ മുതലായവ വിതരണം ചെയ്യുന്നത്. ക്ഷേമ പെൻഷൻ 2 ഗഡു 3 ഗഡു എന്നൊക്കെ ആയിരിക്കും വിതരണം ആരംഭിക്കുക. 2 ഗഡു എന്തായാലും ഉറപ്പാണ്. 3ാമത്തെ ഗഡു അത് പ്രഖ്യാപനം വന്നതിന് ശേഷമേ അറിയുള്ളൂ 4800 ആണോ 3200 ആണോ എന്നുള്ളത്. ഡിസംബർ മാസത്തിലെ 1 ഗഡുവിനൊപ്പം 1 ഗഡുവും കൂടി ചേർത്ത് 3200 ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തുന്നത്. ആദ്യം എത്തുന്നത് ബാങ്ക് അക്കൗണ്ടിലാണ്. അതിനുശേഷം സഹകരണ സംഘ ഉപഭോക്താക്കൾ വഴി വീടുകളിൽ എത്തിച്ചേരും. ശേഷിക്കുന്ന 3 കുടിശ്ശിക പെൻഷൻ അടുത്ത വർഷമായിരിക്കും സർക്കാർ വിതരണം ചെയ്യുക. സാമ്പത്തിക വർഷമായിരിക്കും. സംസ്ഥാനത്ത് 60 ലക്ഷം വരുന്ന ജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും സ്വീകരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ 2 ഗഡുവും എത്തിച്ചേരുക. ക്ഷേമ പെൻഷൻ ഏറ്റവും അവസാനം ലഭിച്ചത് നവംബർ 6 അതിനാൽ 1 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത 2 ഗഡുക്കൾ വിതരണം ചെയ്യുക. ഓണം, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ എന്നീ വിശേഷ ദിവസങ്ങളിലാണ് സർക്കാർ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക. ക്രിസ്മസിന് മുമ്പ് തന്നെ പരമാവധി ആളുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരിക്കുക വിതരണം. ബാങ്കിൽ തുക സ്വീകരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിന് മുമ്പ് ബാങ്കിൽ എത്തിച്ചേരുമെങ്കിലും കൈകളിൽ സ്വീകരിക്കുന്ന ചില ആളുകൾക്ക് ക്രിസ്മസിന് ശേഷമായിരിക്കും തുക എത്തിച്ചേരുക. ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ച് ഒരാഴ്ച താമസം വരും. കാരണം സർക്കാർ സഹകരണ സംഘ ഉപഭോക്താക്കൾ വഴി വീടുകളിൽ ചേരുന്ന ആളുകൾക്കാണ് ഈ താമസം വരിക. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും. എല്ലാവരും മസ്റ്ററിങ് ചെയ്യുക. ഈ കാര്യം പ്രത്യേകം. അപ്പം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഫുള്ളായിട്ട് കണ്ടാലേ വീഡിയോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ എത്രയും വേഗമായി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക. സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അറിയിച്ച് ക്ഷേമ പെൻഷൻ കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവരുടെ പേര് കടുത്ത നടപടിയായിരിക്കും വരാൻ പോകുന്നത്. സർക്കാർ 2 കൽപ്പിച്ചാണ്. അപ്പോൾ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രേക്ഷകർ ആരെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ, അർഹതയില്ലാതെ വാങ്ങുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ പോയി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് റദ്ദാക്കുക.